ഹലോ ഗൈസ്, എടാ ആരാടാ പുറത്ത്? നമ്മളെപ്പോഴും വീഡിയോ ഇൻട്രോ പറയുമ്പോ ആരെയൊക്കെ കയറി വരും. എടാ ഷിൻചാനൊന്ന് പോയി നോക്കിയടാ. അല്ല വേണ്ട, ഞാൻ തന്നെ പോയി നോക്കാം. നീ ഇവിടെ നിന്നോ. നീ പോരാ കൂടെ. അല്ല ഇതാരാ നമ്മളെ മൈക്കിളില്ല? എന്താ മൈക്കിൾ ഇവിടെ? പിന്നെ എന്റെ മോന്റെ കല്യാണം പറയാൻ വന്നവിടെ. നാളെ എന്താ എന്റെ മോനെ കല്യാണം എന്നോട് പറയാൻ പറഞ്ഞെന്താ? അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് വന്നത്. എനിക്ക് 2-3 വീട്ടിലും കൂടി പറയാണ്ടിരിക്കാൻ. നീ നാളെ രാവിലെ എയർപോർട്ടിലോട്ട് പോയ ദുബായിൽ വെച്ചിട്ടാണ് കല്യാണം. നീ നമ്മളെ കൂടെ ഇന്ത്യ ജെറ്റില് പ്രൈവറ്റ് ജെറ്റ് ഉണ്ടല്ലോ, അതിൽ പോകുന്നുണ്ട്. നീയും കൂടി കയറി വരണോട്ടാ. ആടാ മൈക്കിളെ, ഞാൻ വരാം എന്തായാലും. നീ എന്തായാലും പോയിക്കോ. എനിക്ക് അർജന്റ് ഉള്ളിടത്തൊക്കെ പറഞ്ഞിട്ട് പോയോ. ഞാൻ എന്തായാലും നാളെ രാവിലെ വരാം. ഫാമിലിനെ വരണോട്ടാ. ഞാൻ അന്നത്തെ പോലത്തെ പരിപാടി ഇരിക്കരുത്. ഇല്ലടാ വരൂടാ. ഓക്കെ ഗൈസ്, ഇന്നാണ് നമ്മളെ മൈക്കിളിന്റെ മോന്റെ കല്യാണം. പിന്നെ ഞാൻ അത് പുതിയൊരു കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഗൈസ് കോട്ട്? അപ്പൊ ഇത് നമ്മള് ഫസ്റ്റ് ടൈം തന്നെ നമ്മളെ മൈക്കിളിന്റെ മോന്റെ കല്യാണത്തിന് ഇട്ട് പോകാനാ വിചാരിച്ചത്. ഓക്കെ, നമ്മൾ ഈ കോട്ട് സ്യൂട്ടൊക്കെ. അവിടെ ചിഞ്ചാനെ വാടാ. നീ എന്താ അടക്കളന്ന് കട്ട് തിന്നുന്നത്? അവിടെ ഒന്നും ഇല്ലടാ, ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. നമുക്ക് ഇനി മൈക്കിളിന്റെ മോന്റെ കല്യാണത്തിൽ വിട്ട് വേണമല്ലോ ഞണ്ണാനി. നീ എന്തായാലും പുറത്തേക്ക് പോയോ? നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ട് തന്നെ വേഗം പോവാ എയർപോർട്ടിലോട്ട്. ഇപ്പൊ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. വേഗം വാട ചിഞ്ചാനെ. ഈ വണ്ടി തന്നെ എടുത്ത് പോവാ. നമ്മൾ എന്ത് ലംബോർഗിനിലെ പോണത്, നമുക്ക് വെറൈറ്റിക്ക് ഈ വണ്ടി തന്നെ എടുക്കാം. എടാ ചിഞ്ചാനൊന്ന് ഓടി വാടാ. അല്ല മക്കളെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ, ലൈക്ക് അടിച്ചു വീഡിയോക്ക് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വേഗം ചെയ്യും. ഫുഡ് തീരുള്ളൂ. ആടെ ഫുഡ് തീരാൻ ഇവിടെ ഉള്ളവരങ്ങോട്ട് എത്തിയിട്ടില്ല. നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാ. A few moments later. ഗൈസ്, എവിടെയും മൈക്കിൾ ഇവരൊക്കെ നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മൾ മറ്റേ വണ്ടി വരുന്ന വഴിക്ക് ഇടിച്ച് പഞ്ചറായിട്ട് വർക്ക്ഷോപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ഫ്രണ്ടിന്റെ വണ്ടി എടുത്തിട്ട് പോന്നിട്ടുണ്ട്. ഷിൻചാനെ വേഗം വാടാ, അവരെല്ലാരും പോവാൻ വേണ്ടി നിൽക്കും. എന്റെ നാന്ന് ഫ്രാങ്ക്ലിൻ അതൊന്ന് വേഗം വന്നോടാക്കി. പ്ലെയിനിൽ ഫുൾ 1000 ആൾക്കാര്. അനക്ക് കയറാനുള്ള സ്ഥലമില്ല. എനിക്കുള്ളത് ആകെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞാൻ ഇരുന്നാല് എനിക്കിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സൂപ്പർമാനെ ഞാൻ പറഞ്ഞി. കാരണം സൂപ്പർമാനക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. ഞാന് നിങ്ങളെ കാര്യം നോക്കിയില്ലടാ. അതുകൊണ്ട് വണ്ടിയുടെ സീറ്റൊന്നും ഞാൻ നോക്കിയില്ല. എന്ത് ചെയ്യും ഫ്രാങ്ക്ലിനെ? എടന്തറ മൈക്കിൾ ഇപ്പൊ ഇങ്ങനത്തെ വർത്താനം പറയണ്. നമ്മള് നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഇപ്പൊ ഇന്നൊരു കാര്യം ചെയ്യും, നിങ്ങള് പോയിക്കോ, ഞാൻ വരണ്ട്. ആടാ ഫ്രാങ്ക്ലിനാ, നീ വരണട്ടോ. എന്തായാലും നീ ഒരു ട്രെയിൻ പിടിച്ച് പോരെ. ആടാ ഞാൻ വരാം. നീ വായിട്ടോ, ഞാൻ പോവുകയാണ്. പ്ലെയിനെ എടുക്കാനുള്ള സ്ഥലമായിട്ടുണ്ട്. ഈ ഡ്രൈവർ അല്ലെങ്കിൽ അടിച്ചു കൊടുന്ന ഞാൻ പോയിട്ടാ ഫ്രാങ്ക്ലിനെ വരണം. ആടാ ഞാൻ വരാം. ഈ മൈക്കിള് ഇങ്ങനത്തെ സ്വഭാവം ഉള്ളവനായിരുന്നില്ലേ? ഇത്ര കാലം നമ്മള് മൈക്കിളിന് വേണ്ടിട്ട് അതും ഇതൊക്കെ ചെയ്തിട്ടേ ഇപ്പൊ ഇങ്ങനെ ആയി. ഓന് പോട്ടെ, ഓന്റെ ആ ഒരു പ്രൈവറ്റ് ജെറ്റുള്ള എന്റെ അഹങ്കാരല്ലേ, അത് ഞാൻ അന്നത്തോടെ തീർത്തു കൊടുക്കും. ഞാനിന്ന് പുതിയൊരു പ്രൈവറ്റ് ജെറ്റാണ് എടുക്കാൻ പോവുക. അത് ഓനെക്കാട്ടും അടിപൊളി സെറ്റപ്പ് ഉള്ള പാടെ ഷിൻചാനെ. ഓൻ എങ്ങനെ ഇട്ട ശരിയാവൂല. അല്ല ആ പൊട്ടൻ എന്തെന്നാ പറഞ്ഞ്? ട്രെയിൻ വിളിച്ചു വരാനാ? വെള്ളത്തിന്റെ അടി കൂടെ ഓന്റെ ഓളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ട്രെയിന് ഇല്ല. ഞാൻ ഇന്നത്തോടെ എവിടെയെങ്കിലും ഒരു ജെറ്റ് സെയിലുണ്ടോ നോക്കട്ടെ. നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോവാ. ഷിൻചാനെ മെല്ലനെ വീട്ടിൽ തട്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടേ ഒരു ജെറ്റ് കണ്ട് ഉണ്ടാ നോക്കാം. ഇന്ന് ജെറ്റ് എടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ല പിന്നെ ഓന്റെ അഹങ്കാരം കണ്ട് തീർത്തു കൊടുക്കണം. ഞാൻ ഒന്നും ഓന്റെ കല്യാണത്തിന് പോണില്ല, അത്രേ ഉള്ളൂ. ഞാൻ നേരെ വീട്ടിൽ പോട്ടെ ഗൈസ്. 1 hour later. ഗൈസ്, നമുക്ക് ജെറ്റ് വാങ്ങിക്കാനുള്ള ക്യാഷ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ചേട്ടനക്ക് നമ്മളെ വീട് അങ്ങോട്ട് സെയിലാക്കി. ചേട്ടാ, വീട് നല്ലപോലെ നോക്കണം കേട്ടാ. നീ പേടിക്കണ്ടൊന്നുകൊണ്ട് ഞാൻ വീടൊക്കെ നല്ലോണം നോക്കിക്കൊണ്ട്. നമ്മളെ ബോഡി ഗാർഡ്സിനെ കാർ എല്ലാം കൊടുത്ത് എന്നിട്ട് ഈ കാശിന് വേണം ഞാൻ പോയിട്ട് ജെറ്റ് വാങ്ങിക്കാൻ പോകുന്നു ഗൈസ്. ഷിൻചാൻ അടിയിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. അവനെ നമുക്ക് ഈ അടിയിൽ പോയിട്ട് ഒരു വണ്ടി ഉണ്ട്, ആ വണ്ടിയിൽ കയറ്റിയിട്ട് പോവാ. പിന്നെ ചേട്ടാ, വീട് നല്ലോണമൊക്കെ നോക്കണം. പിന്നെ ഞാൻ അവിടെ നിന്ന് പോവാണ് ഗൈസ്. എന്തായാലും പുതിയ വീട് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഈ വീട് അങ്ങോട്ട് സെയിലാക്കി. ആടാ വീടൊക്കെ കൊടുത്ത് നമ്മളെ കയ്യിൽ ഇപ്പൊ അത്യാവശ്യം ക്യാഷ് ഉണ്ട്. പിന്നെ ഇതാണ് ഗൈസ് എന്റെ പണ്ടത്തെ ഒരു ബിസിനസിന് വേണ്ടി ഞാൻ എടുത്ത വണ്ടിയായിരുന്നു. ഈ വണ്ടി ഇപ്പോൾ ഇവിടെ ആരും ഉപയോഗിക്കണില്ല. അപ്പൊ നമുക്ക് തന്നെ ഈ വണ്ടി ഉപയോഗിക്കേണ്ടി വന്ന്. സംഭവം നമ്മളൊക്കെ ക്യാഷ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെ ഈ വണ്ടി എടുക്കേണ്ടി വന്ന്. വാടെ ഷിൻചാൻ ഇതിൽ കയറി നമുക്ക് ഇതില് നേരെ എയർപോർട്ടിൽ പോയിട്ട് ഒരു വണ്ടി കൊണ്ട് എടുക്കാം. ഈ ഷിൻചാനെ പോണ വഴിക്ക് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ തട്ടണം. പോനാടെ നിന്നോളൂ, എന്നിട്ട് നമുക്ക് പോയിട്ട് മെല്ലെ പ്ലെയിൻ ഒക്കെ എടുക്കാം. അത്രയുള്ള ഗൈസ്. ഈ എന്നാലും മൈക്കിൾ കാണിച്ച പരിപാടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്തായാലും പ്ലെയിൻ വാങ്ങിച്ചിട്ടേ മൈക്കിളിനെ ഒന്നുകൂടി വിളിക്കുന്നുണ്ട് പ്ലെയിൻ്റെ അടുക്ക്. എന്നിട്ട് അവൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഓൻ എന്താ കാട്ടി അതന്നെ ഞാൻ ഇന്നും കാട്ടും. അതൊക്കെ അത്ര ഉള്ളൂ. റിവെഞ്ചിന് റിവെഞ്ച് തന്നെ കൊടുക്കണം ഗീസ്. പിന്നെ ഗീസ്, ഈ വണ്ടിയുടെ ഇന്റീരിയർ ലുക്ക് എങ്ങനെയാണ് കണ്ട? ഇത് ഓടിക്കലൊന്നും എളുപ്പമില്ല, പക്ഷെ നല്ല സ്മൂത്ത് ആണ് ഗീസ് ഓടിക്കാൻ. കണ്ട ഒരു വിന്റേജ് ട്രക്കാണ്. പിന്നെ ഈ ട്രക്ക് കൊടുത്ത വല്ല ക്യാഷ് ഒന്നും കിട്ടില്ല. ക്യാഷ് കിട്ടും വിന്റേജ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല ഗീസ്. സംഭവം നമുക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ക്യാഷ് ഒക്കെ തിരിച്ചെടുക്കാം. അതുകൊണ്ട് ഈ വണ്ടി പോയപ്പോൾ ഞാൻ തിരിച്ചെടുക്കാൻ പറ്റില്ല. സംഭവം ഈ ട്രക്കിന് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. അതാണ് ഈ ട്രക്കായിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഈ ട്രക്കിന് ആദ്യം സെയിലൊക്കെ ഒന്നും തരുന്നത്. സെയിലക്കാരുന്ന ഭാഗ്യം. സംഭവം ഈ ട്രക്കിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് പ്രൈസ് അത്യാവശ്യം ഹൈ റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം ഗൈസ്. നമുക്ക് എന്തായാലും എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. 1 eternity later. ഗൈസ്, നമ്മളങ്ങനെ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഈ ഭാഗത്ത് സൈഡാക്കാം. ആ ഭാഗത്തായിട്ടാണ് ഗൈസ് നമ്മളെ മറ്റേ ജെറ്റൊക്കെ വെക്കുന്ന സ്ഥലം ഉള്ളത്. പ്രൈവറ്റ് ജെറ്റും പ്ലെയിനുകളൊക്കെ. നമുക്ക് വണ്ടി എന്തായാലും ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് ആ ഭാഗത്തേക്ക് നടന്നു പോവാം. അപ്പുറത്ത് ഹൈവേ ആണ് ഗൈസ്. പോലീസുകാരൊക്കെ പോകുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോവാം.
ചേട്ടാ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രൈവറ്റ് ജെറ്റ് ആയിട്ടുണ്ടോ? ആടാ അവിടെ 2 പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. ഈ ബാക്കി കിടക്കുന്ന വെള്ള പ്രൈവറ്റ് ജെറ്റ്. ഗൈസ് അവിടെ കിടക്കുന്ന ഒരു മൈക്കിളിന്റെ പോലത്തെ പ്ലെയിൻ ഉണ്ട്. ഇതാടത്തെ പ്രൈവറ്റ് ജെറ്റ്. ഇതിന് എത്ര വില ഉണ്ട്? ഇത് നമ്മൾ കൊടുക്കുന്നത് 2.5 കോടിക്കാണ്. നിന്റെ എത്ര ഉണ്ടെങ്കിൽ നിനക്ക് ഇപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് ഈ ജെറ്റ് എടുത്തുകൊണ്ടോ. ഗൈസ് എനിക്ക് ചേട്ടാ എനിക്ക് ഈ ജെറ്റ് തന്നെ മതി. ഇതിനെത്ര 2.5 കോടി ഇല്ലേ? പൈസ അവിടെ കൊടുക്കാം. പൈസ നമ്മൾ ഓഫീസിൽ കൊടുത്താൽ മതി. ഓഫീസിൽ അപ്പുറത്ത് തന്നെ. ഓക്കെ ഈ ജെറ്റിനെ കൺഫേം ആയിട്ടാ. ഈ ജെറ്റിനെ ഞാൻ എടുക്കാം. എന്തായാലും പൈസ കൊടുത്തിട്ട് വരാം. ഗൈസ് നമുക്ക് എന്തായാലും ഓഫീസിൽ വിട്ടേ പൈസ കൊടുത്തിട്ട് വരാം. അവിടെ എവിടെ കൊണ്ടാണ് ഓഫീസ്, നമുക്ക് നേരെ പൈസ കൊടുത്തിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ ഈ പ്രൈവറ്റ് ജെറ്റ് ആണ്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. അല്ല ഞാൻ മൈക്കിളിന്റെ ഉണക്ക പ്ലെയിൻ ആർക്കും ആണോ? അവനാട്ടിൽപ്പെട്ട പ്ലെയിൻ നമ്മളിവിടെ എടുത്ത്. അല്ല ഞാൻ കണ്ട ലക്ഷറി പ്രൈവറ്റ് ജെറ്റ് ആണ് ഗൈസ്. അവനാട്ടി വില ഉണ്ട് ഇതിന്. അവന്റെ എത്ര 50 ലക്ഷം അല്ല സോറി 1 കോടി കൊണ്ടാണ് ഇത്. 2.5 കോടിയാണ് ഗൈസ്. അല്ല പിന്നെ ഒരു മെനുണ്ട് ഇത് കാണാൻ. അത് എന്താണ് ഫ്രണ്ടിൽ നിന്ന് പൊന്തിട്ട് ബാക്കിൽ നിന്ന് തന്നിട്ടാ ഗൈസ്. ഞാൻ പിന്നെ കുറച്ച് നാൾ മുമ്പ് പ്ലെയിനിന്റെ ലൈസൻസ് ഒക്കെ എടുത്തോണ്ട് ഞാൻ പേടിക്കാനില്ല. എന്റെ ഒരു ഊഹം വെച്ച് ഞാൻ ഇത് ഓടിക്കുകയാണ്. കണ്ട ഇതിനൊക്കെ ടേക്ക് ഓഫ് ചെയ്യാനൊക്കെ അറിയാം. കണ്ട ടേക്ക് ഓഫ് ചെയ്ത് ഗൈസ്. നമുക്ക് കുറച്ചേരം ഇത് റൗണ്ട് അടിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. ഇത് പുതിയ ഫ്രഷ് സാധനമാണ് ഗൈസ്. ഞാൻ പിന്നെ ഇതിനുള്ളിലത്തെ വ്യൂ കാണിച്ചു തരാം. അത് കണ്ട ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഇതാണ്. ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. കണ്ട ഇപ്പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. കണ്ട ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓടിക്കുക. സെറ്റാണ് ഗൈസ് പ്ലെയിന്. കണ്ട ജെറ്റ് സീനാണ്. നമുക്ക് നേരെ തിരിച്ച് റൺവേയിലോട്ട് തന്നെ പോയി ലാൻഡ് ആക്കിയിടാം ഗൈസ്. ഈ ടേക്ക് ഓഫും ലാൻഡ് ചെയ്യാനാണ് ഇത്തിരി പാട്. കണ്ട അപ്പൊ റൺവേ ഒക്കെ കഴിഞ്ഞ് എവിടുന്നൊക്കെ പോയിട്ട് ഇനി ടേക്ക് ഓഫ് ചെയ്യണം. അവിടെ നിക്കടാ പ്ലെയിനെ നിക്ക് എടാ അവിടെ എന്തൊക്കെ സാധനം ഇപ്പൊ തട്ടിയിടും തോന്നുന്നു. ഓ അതാ മറ്റേ പ്ലെയിനിൽ കയറുന്ന ആ സ്റ്റെപ്പൊക്കെ തട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്ലെയിനിങ് ഇവിടെ ലാൻഡ് ആക്കിയിടാം. എന്നിട്ട് നമുക്ക് മൈക്കിളിനെ ഷിൻജാനൊക്കെ അങ്ങോട്ട് വിളിക്കാം ഗൈസ്. എന്നിട്ട് അവർക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കാം. മൈക്കിളിനാണ് എനിക്കൊരു സംഭവം ചെയ്യാനുള്ളത്. അത്ര ഉള്ളു ഗൈസ്. മൈക്കിൾ എന്നോട് എന്താ കാണിച്ചേ അതന്നെ മൈക്കിളിനോട് ഞാൻ കാണിക്കും. അവൻ വരട്ടെ എന്തായാലും. നമുക്ക് എന്തായാലും മൈക്കിളിനെ വിളിച്ച് പറയാം. വരാൻ പറഞ്ഞത് വരാൻ പറഞ്ഞ വേറെ ഒന്നല്ല, ഞാൻ പുതിയൊരു ജെറ്റ് ഒക്കെ എടുത്ത് ബാക്കി കാണാൻ പ്രൈവറ്റ് ജെറ്റ് തന്നെ. പ്രൈവറ്റ് ജെറ്റ് കൊടുത്തോ? നമ്മളവിടുന്ന് പറഞ്ഞു. ഇനിയിപ്പൊ പറഞ്ഞ എന്തെന്നാ പറഞ്ഞില്ലേ? എന്നാ വായോ. ഫ്രാങ്ക്ലിനെ ഇല്ലടെ മൈക്കിളെ എനിക്ക് ഷിൻജാൻ അർജന്റായിട്ട് ഒരു മീറ്റിങ്ങിന് പോകണ്ടേ, പോയിട്ട് വരാം. വാട ഷിൻജാന് മൈക്കിള് വരട്ടെ എന്ന് കൂടെ. ഓന്റെ പ്രൈവറ്റ് ജെറ്റിൽ നമ്മൾ കയറ്റിയില്ലല്ലോ. അപ്പൊ അതിന്റെ റിവെഞ്ച് നമ്മൾ എടുത്ത്. ഞാനിതിന്റെ ലൈസൻസ് ഇതൊക്കെ കൊറേ കാലമായി എടുത്ത് വെച്ചിട്ട് പ്ലെയിൻ ഇല്ലാന്നേ ഉള്ളു. ഇപ്പൊ നമ്മളെന്തായാലും എടുത്ത്. ഞാൻ എന്തായാലും ഷിൻജാനായിട്ട് റൗണ്ട് പോയിട്ട് വരാം ഗൈസ്. അവിടെ ഷിൻജാനെ പിടിച്ചിരുന്നോ നമ്മൾ പ്ലെയിൻ ലാൻഡ് ആക്കാൻ പോവാണ്. എനിക്ക് ലാൻഡ് ആക്കല് വല്ലാണ്ട് അറിയില്ല, എന്നാലും പറ്റണ പോലെ നോക്കാം. ഓക്കെ ഗൈസ് അങ്ങനെ ഭാഗ്യമുണ്ട് സേഫ് ആയിട്ട് ലാൻഡ് ആയി. അവിടെ ഷിൻജാനെ നീ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നില്ലേ? നീ അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ എടുക്കുക. എപ്പോഴാ ഇറങ്ങ്. നമുക്ക് എന്തായാലും വീടൊന്നുമില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വീടൊക്കെ എടുക്കാം. മൈക്കിളിനുള്ള റിവെഞ്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഒന്ന് പഠിക്കട്ടെ ഗൈസ്. നമുക്ക് വണ്ടി ഓന്റെ ജെറ്റ് ഉണ്ട് വിചാരിച്ചിട്ട് ഓൻ എത്ര റോൾ കളിക്കില്ലേ. നമ്മൾ അതിനുള്ള റിവെഞ്ച് ആണ് കൊടുത്തിട്ടുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.